തനിക്കെതിരെ അപരനെ നിർത്തി ജയിക്കാനാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ നീക്കമെന്ന് പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷമാണ്. മണ്ഡലത്തിൽ മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കൊല്ലം ജില്ലയിൽ വലിയ വാശിയോടുകൂടിയുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനാപുരം. പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം തമ്മിൽ. ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തവണ മത്സരിച്ചു. അതിനുശേഷം 5 കൊല്ലം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം 2 ദിവസമാണ് ഉള്ളത്. ഈ അവസാന ഓട്ടത്തിൽ എന്താണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്? ഞങ്ങൾ 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്തിമഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം കൊണ്ട് ഞങ്ങളുടെ പര്യടന പരിപാടികൾ അവസാനിച്ചു. ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയാണ്. അപ്പം വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്നത്. അപ്പം മറ്റൊരു റിബൽ സ്ഥാനാർത്ഥിയെ ഗണേഷ് എന്നുള്ള പേരിലുള്ള ആളിനെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ പരാജയഭീതി മൂലമാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് LDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. ഗണേഷ് കുമാർ എന്നുള്ളൊരു റിബൽ എന്താ പറയുക, അവരെ നിർത്തിയതിനെ നിങ്ങൾ കണ്ടുള്ളൂ. ജ്യോതിഷ് കുമാർ എന്ന് പറഞ്ഞ് വേറൊരാളോടും ഉണ്ടാക്കും കൂട്ടത്തിൽ. കണ്ടിരുന്നോ? അത് പറയാത്ത എന്താ? അപ്പോൾ തനിക്ക് എന്തുമാകാം, മറ്റുള്ളവർക്കൊന്നും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കും. എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? വികസന ഇല്ലായ്മയാണോ, അതല്ലെങ്കിൽ പുള്ളി പറയുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള ആക്രമണമാണോ? ഞങ്ങൾ ഇതിനകത്ത് ഒരു വ്യക്തിപരമായ ആക്രമണത്തിനും പോയിട്ടില്ല. ഈ നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഒരു വ്യക്തിപരമായ ആരോപണത്തിനും പോയിട്ടില്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരായിട്ട് കഴിഞ്ഞ 10 വർഷം ഈ അധികാരത്തിലുള്ള സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണം, ഈ നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് എതിരായി ജനങ്ങൾക്ക് പ്രതികരിക്കാനൊരു അവസരം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വികസനത്തെക്കുറിച്ച് ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ബീജാഭാവം നടത്തി അദ്ദേഹത്തിൻ്റെതായി കൊണ്ടുവന്ന് പൊതുജന സമക്ഷം സമർപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയുടെ പേര് അദ്ദേഹം ഒന്ന് പറയട്ടെ. വികസനത്തെക്കുറിച്ച് പറയുന്നയാൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് പറയട്ടെ. ഒന്നുമില്ല. മറിച്ച് ശ്രീ A.K. ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു വികസനം ഉണ്ടായിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 100+ ആണ്. അതായത് മധ്യകാലം കിടക്കുമ്പോഴേക്കും ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ്. 100+ ആയിരിക്കും. അതിൽ പത്തനാപുരവും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്നലെ വരെ ജനങ്ങളെ കണ്ട് ജനസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മെനക്കെട്ടതിൻ്റെ പ്രയോജനം ഞങ്ങൾക്കുണ്ടാകും. ഇവിടെ ജനങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പത്തനാപുരത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാൾ വിജയിച്ചു വരാൻ പോകുന്നു. അത് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാലിൻ്റെ പ്രതീക്ഷ. അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുകൂടിയാണ്. എല്ലാവിധ വിജയാശംസകളും. ഷാനോസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.